പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 138 അധ്യായം 7 തിരുവചനം. കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടുന്ന് പരിപാലിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടുന്ന് കരം നീട്ടും. അവിടുത്തെ വലത്തുകൈ എന്നെ രക്ഷിക്കും. ജീവിതത്തിൽ ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകളും സഹനങ്ങളും കടന്നു വരുമ്പോൾ നിസ്സഹായതയോടെ പലരും പറയുന്ന വാക്കുകൾ ഇങ്ങനെയായിരിക്കാം: ദൈവത്തിന് പോലും എന്നെ ആവശ്യമില്ലേ എന്ന്. ഈ കഷ്ടതകളുടെ നടുവിലും നമ്മുടെ ജീവനെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹമാണ് ഈ തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിനു മുമ്പിൽ പ്രതിസന്ധികളുടെ നടുവിലും ചെങ്കടലിൽ വഴിയൊരുക്കിയ കർത്താവ് നമുക്കായും ഒരു വഴി ഒരുക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. മനുഷ്യനിൽ ആശ്രയിക്കാതെ നമ്മളെ രക്ഷിക്കുവാൻ കഴിവുള്ള കർത്താവിൽ ആശ്രയിച്ചാൽ അവിടുത്തെ വലത്തുകരം നമ്മളെ മുന്നോട്ട് നയിക്കും. നമ്മളെ തകർക്കുവാൻ ഉദ്യമിക്കുന്നവരുടെ മുമ്പിൽ കർത്താവിൻ്റെ വലത്തുകരം ഉയരും. ആ കരങ്ങൾ നമ്മളെ രക്ഷിക്കുവാൻ ശക്തമാണ്. ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മളാരും ഒറ്റയ്ക്കല്ല എന്ന് ഓർക്കുക. കൂടെ നടക്കുന്ന കർത്താവിൻ്റെ വലത്തുകരം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുവാനുള്ള ശക്തി പരിശുദ്ധാത്മാവ് നമ്മളിൽ ഓരോരുത്തരിലും നിറയ്ക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.